കുട്ടേട്ടനൊരു ചതി എന്നോട് ചെയ്തിട്ടുണ്ട്. ചതിയുടെ കഥ. അതായത് എൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ടായിരുന്നു. സി ഡി മൂസ മുതലുള്ള എല്ലാ പടങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള ഞാൻ വരുന്നുണ്ടല്ല, ചെറിയ വേഷങ്ങളാണെങ്കിലും ഞാൻ കുട്ടേട്ടനെ വിളിച്ച് ചെയ്യിക്കും. കാരണം അതൊരു എന്തോ എനിക്ക് കുട്ടേട്ട വരണം, വരാം എന്ന് പറഞ്ഞിട്ട് വന്ന് ചെയ്യും. അപ്പോൾ ഇൻസ്പെക്ടർ ഗേഡ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ഒരു വേഷം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി അപ്പിയറൻസൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചും ഭയങ്കര കാര്യമായിട്ടൊക്കെ ചെയ്യുന്നു. ഭയങ്കര ഒരു ഇൻവോൾവ്മെൻറ്റ്. അപ്പോഴേക്കൊരു കള്ളത്തരം തോന്നി. പിന്നെ അവനെ ഒരു സൈഡ് കോടിയിട്ട് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത രീതിയിലാക്കി. അപ്പോൾ പറഞ്ഞു ജോണി ചെട്ടിയായിരുന്നു പറഞ്ഞ ക്യാരക്ടർ നന്നായിരിക്കും, അത് ഭയങ്കര രസമായിരിക്കും. കാരണം സീൻസൊക്കെ ഭയങ്കര കൊള്ളാം. പുള്ളി അത് കണ്ടിന്യൂറ്റി ഒക്കെ കീപ്പ് ചെയ്ത് ഞാനൊന്ന് ഇടയ്ക്ക് പറഞ്ഞാണ് ഒരു വില്ലനസ് ക്യാരക്ടറാണ്. പക്ഷെ ആ ആള് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് പാരാലിസിസ് വന്നിട്ട് ഇങ്ങനെ സ്വപ്പം ഒരു കോട്ടർ, അപ്പോൾ കൈക്ക് ഒരു സ്വാധീനമൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ മൂവ്മെന്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. അത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് കഥ പറയട്ടെ. എന്നിട്ട് പിന്നെ ക്ലൈമാക്സ് ആകുന്നു. മെയിൻ വില്ലനാണ് അതിനകത്ത്. അപ്പം ലാസ്റ്റ് ഒരു ഫൈറ്റിൻ്റെ സിറ്റുവേഷൻ വരുന്നു. ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഫൈറ്റ് ചെയ്യുമ്പോൾ ദൈവം ഇങ്ങനെ ഈ കൈയില്ലാത്ത ആളെ വെച്ച് എങ്ങനെ ഹീറോ അടിക്കും? അങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ്. അപ്പം മകനുണ്ട്, പക്ഷെ മകനെ അടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെയാണ് ഈക്വൽ വില്ലനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ അടിക്കാനും പറ്റില്ല. കുട്ടേട്ടൻ ഇങ്ങനെ പാളിയിട്ട് നോക്കുന്നു. ഞാനിത് ഒതുക്കത്തിലല്ല. ഇപ്പം ഫൈറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടി അടിക്കാന്നൊക്കെ പറഞ്ഞിട്ടേ പാളിയിനെ നോക്കുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മനസ്സിലായി ഞാൻ കൈ ഇങ്ങനെ വെച്ചേ. മനസ്സിലായില്ലേ? ഇത് മുൻപേ പുള്ളി കണ്ടു.